അപ്പോൾ ഹലോ എവ്രിവൺ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ അഞ്ചാമത്തെ ചാപ്റ്റർ ട്രിഗോണമെട്രി അല്ലെങ്കിൽ ത്രികോണമിതി എന്നുള്ള ചാപ്റ്ററിന്റെ ഒരു വളരെ ഈസി ട്രിക്കാണ്. ഈ രണ്ട് നമ്പറുകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഏതൊരു ചോദ്യം വന്നാലും ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എല്ലാവരും റെഡിയാണോ? റെഡി ആണെങ്കിൽ കുറച്ച് ഫയർ ഇമോജീസ് ഇടുക. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ട്രിക്കാണ്. ഇംഗ്ലീഷ് മീഡിയംകാർക്ക് മലയാളം മീഡിയംകാർക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ട്രിക്കാണ്. ഈ ഒരു ട്രിക്ക് പഠിച്ചാൽ ചാപ്റ്ററിലെ മിക്ക കാര്യങ്ങളും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇതിന്ന് നേരെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലെ എല്ലാ വർഷങ്ങളിലും. അപ്പോൾ നമുക്ക് എന്താണ് ട്രിക്ക് നോക്കാം. നിങ്ങൾക്ക് ഈ വർഷം പഠിക്കാനുള്ള രണ്ട് ടൈപ്പ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലെ മട്ട ത്രികോണങ്ങളേ ഉള്ളൂ. അതാണ് ഈ ആംഗിൾ അല്ലെ ഈ ആംഗിൾ. ഓക്കെ, 45 90 അല്ലെങ്കിൽ 30 60 90 ഈ രണ്ട് ട്രയാംഗിൾസ് മാത്രമേ പഠിക്കാനുള്ളൂ. അതിൻ്റെ മീനിങ്ങും സൈഡിൻ്റെ ലെങ്ത്തുകളും ഞാൻ പറഞ്ഞുതരാം. എന്താണ് നിങ്ങൾക്ക് എന്തും സിമ്പിളായിട്ട് ഗസ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് നോക്കാം. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുക്കാം. വളരെ സിമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതൊരു 45 ഡിഗ്രി 90 ഡിഗ്രി ട്രയാംഗിളാണ്. ഒരു ടൈപ്പ് ട്രയാംഗിൾ. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അല്ലേ? ഈ 90 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റുള്ള ആളിനെ നമ്മൾ വിളിക്കും കർണമല്ല ഹൈപ്പോട്ടന്യൂസ് എന്ന് വിളിക്കും. ഏറ്റവും വലിയ ആളാണ്. ഓക്കെ, ഇനി 45 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റ് ആളും ഇയാളും രണ്ടും എന്താണ്? സെയിം ആയിരിക്കും. കാരണം ഐസോസിലീസ. രണ്ട് ആംഗിളും സെയിം ആണ്, രണ്ട് സൈഡും സെയിം ആണ് നമുക്കറിയാം. എന്നാൽ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഈ ട്രയാംഗിൾ 45 90 എന്നുള്ള ട്രയാംഗിളിന്റെ പ്രത്യേകത ഇതാണ്. എന്താണ് ഈ ട്രയാംഗിളിലെ ആംഗിളുകൾ? 45 45 90. ഈ ആംഗിളുകൾ ഇങ്ങനെയാണെങ്കിൽ, ഇതിൻ്റെ കോണുകൾ ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നീളങ്ങൾ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ഉണ്ടാവുന്നു. 1:1:√2. എന്നാണ് അതിൻ്റെ അർത്ഥം. 45 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റ് വരുന്ന 1 ആണെങ്കിൽ മറ്റ് 45 താഴെയും 1 ആണ്. ഇനി അപ്പോൾ 90 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റ് ആളാണ് 90 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഇയാളുടെ √2 ടൈംസ് ആണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ നിങ്ങളോട് പറയാണ് ഇയാളുടെ ലെങ്ത്ത് 1 മീറ്റർ ആണെന്ന് പറയാം. ഓക്കെ, 1 മീറ്റർ. 45ൻ്റെ ഓപ്പോസിറ്റ് 1 മീറ്ററാണ്. അപ്പോൾ നമുക്കെന്ത് മനസ്സിലായി? ഓക്കെ, ഇയാൾ എന്താണ്? 1 മീറ്റർ ആണെന്ന് മനസ്സിലായി. ആൻഡ് ഇയാൾ 1 ആയതുകൊണ്ട് എന്താ? ഇയാളും 1 തന്നെയല്ലേ? ഇയാൾ 1 ആയത് ഇയാൾ വന്ന സെയിം നമ്പറാണ്. സെയിം നമ്പർ എവിടെയാണെങ്കിൽ ഇയാളുടെ ഓപ്പോസിറ്റ് എന്താണ്? 45ൻ്റെ ഓപ്പോസിറ്റ് 1 മീറ്റർ ആണ്. സിമ്പിൾ. അത് രണ്ടും സെയിം ആണ്. ഇനി എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? നമുക്ക് ഇവിടെ 1 മീറ്ററിന് കിട്ടി. ഇനി ഈ 1 മീറ്റർ എങ്ങനെയാണ് √2 ആക്കാം? നിങ്ങൾ എന്താണ് ചെയ്യുക? ഒരു 1 എന്നുള്ള നമ്പറിനെ എങ്ങനെ √2 ആക്കും? 1നെ √2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ √2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ √2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 √2 ആയി. അതുപോലെ തന്നെ ഇയാളെ നമ്മൾ സെയിം പരിപാടി ചെയ്യണം. √2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? √2 മീറ്റർ കിട്ടും. അങ്ങനെ പറയുകയാണെങ്കിൽ 1 മീറ്റർ ആണെങ്കിൽ ഇവിടെ എന്താ? 90 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റ് 2 മീറ്റർ അല്ല, √2 മീറ്റർ. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? എന്നാൽ നിങ്ങൾക്ക് ഇതാ ചാലഞ്ചിങ് ആയിട്ട് 2-3 ക്വസ്റ്റ്യനും കൂടി തരാതാ. നമ്മൾ ഇത് ചെയ്ത് ശീലമാണ്. ഓക്കെ, ഈ സെയിം ട്രയാംഗിളിലെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇതാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, ഇതാ മറക്കരുത്. 45 45 90 ട്രയാംഗിൾ ആണ്. ഓക്കെ, ഈ ആംഗിളുകളുള്ള ട്രയാംഗിള് 1:1:√2 1:1:√2. ഇനി ഇത് ചിലപ്പോൾ എല്ലാവരും കൺഫ്യൂഷൻ ആയിന്ന് വരാം. സർ 1:1:√2 എനിക്ക് അറിയില്ല, എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞുതരാം. എക്സ് √2x എക്സും √2x എങ്ങനെ അത് യൂസ്ഫുൾ ആക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മുടെ ഇവിടുത്തെ ട്രയാംഗിൾ. ഓക്കെ, ഞാൻ ഈ ട്രയാംഗിൾ എന്താ 45 എന്ന് ഞാൻ പറയുന്നു, ആൻഡ് 90 എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറയാണ് ഇയാൾ 7 ആണ്. ഓക്കെ, 7 സെൻറ്റിമീറ്റർ ആണ്. നമുക്കറിയാം 45ൻ്റെ ഓപ്പോസിറ്റ് എന്താണ് വരേണ്ടത്? 1 ആണ്. പക്ഷെ സർ ഇവിടെ 7 ആണ് കൊടുത്തത്, എന്ത് ചെയ്യും? വളരെ സിമ്പിൾ. 45ൻ്റെ ഓപ്പോസിറ്റ് x ആയിട്ട് എടുക്കാം. 45ൻ്റെ ഓപ്പോസിറ്റ് x ആയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഇയാൾ x ആണ്. x എന്ന് പറയുമ്പോൾ 7 ആണ്. ഇനി മറ്റേ 45ൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? മറ്റേ 45ൻ്റെ ഓപ്പോസിറ്റ് x ആണ്. അപ്പോൾ ഇയാൾ എന്താണ്? ഇവിടെയും എന്താണ്? x ആണ്. അപ്പോൾ 7 സെൻറ്റിമീറ്റർ എന്ന് മനസ്സിലായി. ഇനി ഹൈപ്പോട്ടന്യൂസ് ദാ ഈ കർണം 90ൻ്റെ ഓപ്പോസിറ്റ് വരുന്നവിടുത്തെ എന്താണ് നമ്മൾ വിളിക്കുക? അവിടെ വെറും x അല്ല √2x. അപ്പോൾ x എന്ന് പറയുമ്പോൾ നമുക്കറിയാം 7 ആണ്. √2 × 7. അപ്പോൾ നമ്മൾ എന്താണെന്ന് എഴുതുക? 7 √2 സെൻറ്റിമീറ്റർ എഴുതി.
കഴിഞ്ഞു. ഇയാളെന്താണ് 7√2. സിമ്പിൾ കാര്യം. അപ്പം നമുക്കിപ്പോൾ തന്നത് 45 താഴെയുള്ള നമ്പർ തന്നു. ആൻഡ് നമ്മളെന്താ 90ൻ്റെ അവിടെ കണ്ടുപിടിക്കണം, ബാക്കിയുള്ള മൊത്തം കണ്ടുപിടിക്കണം. എന്നാൽ ഞാൻ ക്വസ്റ്റ്യൻ മാറ്റാണ്. ഇത് വളരെ വളരെ സിമ്പിൾ കാര്യം അല്ലേ. നമുക്ക് ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് വേണ്ട. നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ എടുക്കാം. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ഞാൻ നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻ ഇതാ. 4√2 ഇവിടെ തന്നു. അങ്ങനെയാണെങ്കിൽ ഇയാളെയും കണ്ടുപിടിക്കാം. ഇയാളെയും കണ്ടുപിടിക്കാം. എങ്ങനെയാണ് ചെയ്യുക? നമുക്കിപ്പോൾ തന്നിരിക്കുന്ന ആംഗിൾ ഏതാണ്? ഇവിടെ 90 ഡിഗ്രി ഉണ്ട്. 90ൻ്റെ ഓപ്പോസിറ്റ് ആണ്. 90ൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ വിളിക്കും √2x. അപ്പോൾ ഇയാളെ നമ്മൾ വിളിക്കുന്നത് എന്താ? √2x. ഓക്കെ, നമുക്ക് എക്സ് കിട്ടണം. എക്സ് കിട്ടിയാൽ ബാക്കിയുള്ള എല്ലാം കണ്ടുപിടിക്കാൻ വളരെ വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് √2x കിട്ടി = 4√2. രണ്ട് സൈഡിൽ നിന്ന് √2 കട്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 4 ആണ് എക്സ് എന്ന് കിട്ടും അല്ലേ. 4 ആണ് എക്സ്. അപ്പോൾ ഇയാളെന്താണ്? 4 = x. കാരണം 45 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റും 45 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റും എന്താണ്? എക്സ് ആണ്. എക്സ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 4 ആണ്. അപ്പോൾ ഇവിടെ 4√2 ആണെങ്കിൽ ഇവിടെ രണ്ടും എന്താണ്? 4 ആണ്. ഓക്കെ, അത് മനസ്സിലാക്കുക. ഈ സെയിം ട്രയാങ്കിളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ എന്നാൽ വേഗം വേറെ മെഷർമെൻറ്റ്സ് തരാം. ഞാൻ നിങ്ങൾക്ക് തരാണ് 3√2 ഇവിടെ തരുന്നു. ഇത് 45 ആണ്. ഓക്കെ, ഇത് 45 ആണ്, 90 ആണ്. അപ്പോൾ ഇത് 45 ആണ് നമ്മൾ വിശ്വസിക്കണം. കാരണം 45, 90, 45 തന്നെ വരുള്ളൂ. അങ്ങനെയാണ് നിങ്ങൾ ഇയാളെ കണ്ടുപിടിച്ചേ. ഇയാൾ എത്രയാണ്? ഹൈപ്പോട്ടിനിയസ് എത്രയാണ്? വളരെ സിമ്പിൾ. നമുക്കിപ്പോൾ തന്നിരിക്കുന്നത് 45ൻ്റെ ഓപ്പോസിറ്റുള്ള എക്സാണ്. എക്സ് = 3√2. എക്സ് 3√2 ആണെങ്കിൽ ഈ എക്സ് ഈ 45ൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? 3√2 വരും അല്ലേ. x:x ആ. രണ്ടും സെയിം ആംഗിൾ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇനി 90ൻ്റെ ഓപ്പോസിറ്റ് എന്താ വരിക? 90ൻ്റെ ഓപ്പോസിറ്റ് വെറും എക്സ് അല്ല, √2x. √2x എന്ന് പറയുമ്പോൾ എക്സ് ആയ 3√2ൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? ഒരു √2 കൂടെ ഉണ്ട്. അപ്പോൾ √2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം 2 കിട്ടും. അപ്പോൾ 3 × 2 എത്രയാണ് കിട്ടുക? ആൻസർ 6 സെൻറ്റിമീറ്റർ. ഇതൊക്കെ സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എന്ത് കിട്ടും? 6 സെൻറ്റിമീറ്റർ. 3√2ൻ്റെ കൂടെ ഒരു √2 കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു. കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത ചോദ്യം ഇതായിരിക്കുന്നു. ഇവിടെ 9 ആണെങ്കിൽ ഇത് 90 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റ് 9 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 45ൻ്റെ ഓപ്പോസിറ്റ് ഇയാളെ നിങ്ങൾ കണ്ടുപിടിക്കുക. വേഗം ചാറ്റിൽ ആൻസർ പറഞ്ഞിട്ട് വേഗം ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഗ്യാരണ്ടി ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സെറ്റ് ആവും. കമോൺ, വേഗം ആൻസർ ചെയ്യുക. ഫ്രാക്ഷൻ ആയിട്ട് ആൻസർ ചെയ്താൽ മതി. എന്താണ് കിട്ടുക? 90ൻ്റെ ഓപ്പോസിറ്റ് നമുക്കറിയാം √2x ആണ്. √2x എന്ന് പറയുമ്പോൾ എത്രയാ? 9 ആണ്. അങ്ങനെയാണ് എക്സ് എന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? എക്സ് എന്ന് പറയുമ്പോൾ 9/√2. 9/√2. എക്സ് ആണ് 45ൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇവിടെ എത്രയാണ്? 9/√2. 9/√2. ഇവിടെ എന്താണ്? 9/√2. ഇനി പൊതുവേ റൂട്ട് നമ്പറുകൾ നമ്മൾ ഡിനോമിനേറ്ററിൽ വെക്കുന്ന പരിപാടി ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 9/√2ൻ്റെ കൂടെ ആൻസർ എന്താ ചെയ്യുന്നത്? √2 എനിക്ക് താഴെ വേണ്ട. അപ്പം എന്താ? മുകളിലും താഴെയും √2 ഗുണിക്കുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം എനിക്ക് മേലെ കിട്ടും 9√2, താഴെ കിട്ടും എന്താണ്? 2. ഇത്രയും ചെയ്താൽ മതി. 9√2 ÷ 2 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് ടൈപ്പ് ട്രയാങ്കിൾ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മെഷർമെൻറ്റ് എന്നാലും 45, 90 ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് ഏത് മെഷർമെൻറ്റും ഒരു സൈഡ് കിട്ടിയാൽ മതി. ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. ഇനി രണ്ടാമത്തെ ത്രികോണം എന്ത് ടൈപ്പാന്ന് ഞാൻ പറഞ്ഞുതരാം. വളരെ സിമ്പിളാണ്. 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. ശ്രദ്ധിക്കുക, ആംഗിളുകൾ, കോണുകൾ ഞാൻ കയറുന്ന പോലെ എഴുതുന്നത്, കൂടുന്ന വാല്യൂസ് പോലെ എഴുതുന്നത്, ചെറുതുനിന്ന് വലുതിലേക്ക് എഴുതുന്നത്. ഇവിടെ വരുന്ന വാല്യൂസ് ഇങ്ങനെയാണ്. 1ൽ തുടങ്ങും, √3ലേക്ക് പോവും, പിന്നെ 2ലേക്ക് പോവും. 1:√3:2. 13ൻ്റെ ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ 16ൻ്റെ ഓപ്പോസിറ്റ് √3, 90ൻ്റെ ഓപ്പോസിറ്റ് ഈ 1ൻ്റെ 2 ഇരട്ടി. അപ്പോൾ എങ്ങനെ എക്സിൽ എഴുതാണ്? എക്സ് എഴുതാം, √3x എഴുതാം, ആൻഡ് 2x എഴുതാം. നല്ല രസകരമായ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വരെ. ഓക്കെ, ഇവിടെ നമുക്ക് 90 കിട്ടി. ഇവിടെ ഞാൻ 30 എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളങ്ങ് മനസ്സിലാക്കണം ഇവിടെ 60 ആണെന്ന്. കാരണം ട്രയാങ്കിളിൽ ആഡ് ചെയ്ത് വരുമ്പോൾ 180 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ്, ഇവിടെ 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ബാക്കിയുള്ള സൈഡുകൾ കണ്ടുപിടിക്കാം. 16ൻ്റെ ഓപ്പോസിറ്റ് എത്ര വരും? ആൻഡ് 90ൻ്റെ ഓപ്പോസിറ്റ് എത്ര വരും? നമുക്കറിയാം 30 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റ് 2 ആണ്. 30 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? 2 ആണ് അല്ലേ.
2 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് എന്താണ്? ഇതാണ് 30 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റ്, എക്സ് ആണ് നമ്മൾ വിളിക്കുന്നത്. ഇയാൾ 2 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 60 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? √3x. 60 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റ് √3x. അപ്പോൾ √3 ഇൻറ്റു എന്താണ്? 2. അപ്പോൾ 2√3 സെൻറ്റിമീറ്റർ വരും. സിമ്പിൾ. അപ്പോൾ 60 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റ് കിട്ടി. അങ്ങനെയാണ് 90 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? 90ൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 90ൻ്റെ ഓപ്പോസിറ്റ് എക്സ് എന്താണോ അതിൻ്റെ 2 ഇരട്ടി. എക്സ് 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 2x എന്താണ്? 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ എന്താണ്? 4 സെൻറ്റിമീറ്റർ. അപ്പോൾ നോക്കിക്കോ, 13ൻ്റെ ഓപ്പോസിറ്റ് 2, 16ൻ്റെ ഓപ്പോസിറ്റ് √3 ഇൻറ്റു 2 ആൻഡ് 19ൻ്റെ ഓപ്പോസിറ്റ് 4. സിമ്പിൾ ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ എന്താ, നമുക്ക് വേറെ ട്രയാങ്കിൾ നോക്കാം. എന്നാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു മട്ട ത്രികോണം ഉണ്ട്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്, 30, 90 ആൻഡ് ഇവിടെ 60. അങ്ങനെയാണെങ്കിൽ എയും ബിയും കണ്ടുപിടിക്കുക. ഒരു മെഷർമെൻറ്റ് തന്നിട്ടുള്ളൂ, ഒരു മെഷർമെൻറ്റ്, ബാക്കിയുള്ള നിങ്ങൾ കണ്ടുപിടിക്കുക. എയും ബിയും ചാറ്റിൽ വേഗം പോരട്ടെ, കമൻറ്റ് ചെയ്യുക വേഗം തന്നെ. എന്താണ്? നിങ്ങൾക്കറിയാം 30, 60, 90 ട്രയാങ്കിൾ എന്നാൽ 1:√3:2 അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാം എക്സും √3x-ഉം 2x-ഉം. ഇതാണ് ഇതിൻ്റെ അംശബന്ധം അല്ലേ, റേഷ്യോ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്കറിയാം ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഇവിടെ ബി എന്ന് പറയുന്നത് 13ൻ്റെ ഓപ്പോസിറ്റ്, അതുകൊണ്ട് കാര്യമില്ല. നമുക്ക് തന്നിരിക്കുന്ന കാര്യം 16ൻ്റെ ഓപ്പോസിറ്റായ 2√3 ആണ്. 2√3 തന്നിരിക്കുന്നു. അപ്പോൾ എന്താണ് തന്നിരിക്കുന്നത്? 16ൻ്റെ ഓപ്പോസിറ്റായ ഇയാളെ √3x തന്നു അല്ലേ? 16ൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ വിളിക്കും √3x. തന്നിരിക്കുന്നത് 2√3 തന്നു. നമുക്ക് എക്സും കണ്ടുപിടിക്കണം, 2xും കണ്ടുപിടിക്കണം. അങ്ങനെയാണ്. നോക്കിക്കേ, ഞാൻ രണ്ട് സൈഡിൽ നിന്ന് √3 കട്ടിയത്. അപ്പോൾ എക്സ് എന്ത് കിട്ടി? 2 സെൻറ്റിമീറ്റർ കിട്ടി. ഓക്കെ, ഇതെല്ലാം സെൻറ്റിമീറ്ററിലെ കളിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 13ൻ്റെ ഓപ്പോസിറ്റുള്ള ആളെ നമുക്ക് വിളിക്കാം എക്സ് എന്ന് പറയുമ്പോൾ 2. അപ്പം 13ൻ്റെ ഓപ്പോസിറ്റ് ഇയാളെ നമുക്ക് വിളിക്കാം 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ബീൻ്റെ ആൻസർ 2 സെൻറ്റിമീറ്റർ ആണ്. എൻ്റെ ആൻസർ എന്താണ്? എൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, 2x ആണ്. 2x എന്ന് പറയുമ്പോൾ 2 × 2 4 സെൻറ്റിമീറ്റർ. 2x, x2 × 2x. വളരെ സിമ്പിൾ. എന്ത് മെഷർമെൻറ്റ് വേണം തന്നോട്ടെ, നിങ്ങൾക്ക് ആൻസർ കിട്ടിയിരിക്കും. ഓക്കെ, നിങ്ങളെ മോഡൽ എക്സാമിന് വന്നൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ മലയാളം മീഡിയംകാർക്ക് വേണ്ടി വായിച്ചു തരാൻ ക്വസ്റ്റ്യൻ. ഈ ട്രയാങ്കിൾ കണ്ടാൽ മതി, ഡയഗ്രാം കണ്ടാൽ മതി. ഇവിടെ 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞു, 45 വന്നു. ഇവിടെ 45, ഒരു 90 ഉണ്ട്. ഇവിടെ എന്താണ്? 45. ഉറപ്പിച്ചോ? 45 ഉറപ്പിച്ചോ? ഈ റേഷ്യോ ഓർമ്മയുണ്ടോ? 1:1:√2 അല്ലെങ്കിൽ x:(x)√2x. കഴിഞ്ഞു. ക്വസ്റ്റ്യൻ്റെ ആൻസർ കഴിഞ്ഞു. ഇനി നമ്പർ ഇട്ട് കൊടുത്താൽ മതി. എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? 90 ഡിഗ്രിയാണ്, 45 ഡിഗ്രിയാണ്. QR 5 സെൻറ്റിമീറ്ററാണ്, ഇയാൾ 5 സെൻറ്റിമീറ്ററാണ്. നമുക്കറിയാം 45ൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആൾ അല്ലേ? 45ൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആളെ നമ്മൾ വിളിക്കും എക്സ്. 45ൻ്റെ ഓപ്പോസിറ്റ് എക്സ്. ഇയാൾ എക്സ് ആണെങ്കിൽ ഇയാളും എന്താണ്? 45ൻ്റെ ഓപ്പോസിറ്റ് എക്സ്, അതാണ് 5 സെൻറ്റിമീറ്റർ. ഇനി ചോദിച്ചിരിക്കുന്നത് PR-ൻ്റെ ലെങ്ത് ആണ്. PR-ൻ്റെ ലെങ്ത് വേഗം പോയിട്ട് ആൻസർ എന്താണ്? 90 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റാ. 90 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? √2x. √2x എന്ന് പറയുമ്പോൾ √2 × x എന്താണ്? 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ആൻസർ എന്താണ്? 5√2 സെൻറ്റിമീറ്റർ. 5√2 ചെയ്താൽ വരുന്നത് കറക്റ്റ് ആൻസർ. അപ്പോൾ നിങ്ങളെല്ലാവരും കറക്റ്റ് ആൻസർ ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ സിമ്പിളായിട്ട് ഏതൊരു ട്രയാങ്കിൾ തന്നാലും 45, 45, 90 അല്ലെങ്കിൽ 30, 60, 90 തന്നാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാം. 1 മിനിറ്റ് പോലും എടുക്കില്ല. ഈ ട്രിക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് എന്താണ്? ഷെയർ ചെയ്യാം, ഫുൾ പവറായിട്ട് ചെയ്യാം. ഇനി നിങ്ങൾക്കിതാ പ്രീവിയസ് ഇയറിൽ വന്ന ചോദ്യം ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയി തരാണ്. എല്ലാവരും ചാറ്റിലല്ല, കമൻറ്റിൽ തീർച്ചയായിട്ടും ആൻസർ ചെയ്യണം. ഈ വീഡിയോ ഇപ്പോൾ പ്രീമിയർ ചെയ്ത് കഴിയും. നിങ്ങൾ എല്ലാവരും എന്താണ്? കമൻറ്റ് ചെയ്യുക ആൻസർ ഫുൾ പവറോടെ, എന്നിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇതാണ് നിങ്ങളുടെ വേണ്ടിയിട്ടുള്ള വന്ന ക്വസ്റ്റ്യൻ. മെഷർ ഓഫ് ദ സ്മോളസ്റ്റ് ആംഗിൾ ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. ഏറ്റവും ചെറിയ ആംഗിൾ എന്താണ്? 30 ഡിഗ്രിയാണ്. റൈറ്റ് ആംഗിൾ തന്നു, അപ്പോൾ എന്താണ്? 90 ഡിഗ്രി ഉണ്ട്. മട്ട ത്രികോണമാണ്, ചെറിയ ആംഗിൾ 30 ആണ് തന്നു. അപ്പോൾ 30, 60, 90 എന്ന് ഉറപ്പിച്ചോ. ലെങ്ത് ഓഫ് ദ സ്മോളസ്റ്റ് സൈഡ്, ഏറ്റവും ചെറിയ സൈഡ് എന്താണ്? 6 സെൻറ്റിമീറ്റർ ആണ്. നോക്കിക്കേ, ഇതാണ് 30 ഉണ്ട്,
90 ഉണ്ട്, 60 ആണെന്ന് ഉറപ്പിച്ചോ. ഏറ്റവും ചെറിയ സൈഡ് ഏറ്റവും ചെറിയ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, ഏറ്റവും ചെറിയ കോണിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ലാർജസ്റ്റ് സൈഡ്? ഏറ്റവും വലിയ സൈഡ് ഏതാ? ഏറ്റവും വലിയ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ്. നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കുക. ക്ലൂ ഞാൻ തരാം. 1:√3:2. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഇവിടെ വരുന്ന ആളാണ്. x⁻√3x⁻2 2x. ആ 2x എന്താ നിങ്ങൾ കണ്ടുപിടിച്ചാൽ ആൻസർ വരും. കറക്റ്റ് ആൻസർ ഇടാ, ഓപ്ഷൻ ഇടാ, വേഗം എന്താ കമന്റ് ചെയ്യുക. വീഡിയോ കഴിഞ്ഞിട്ട് അപ്പോൾ ബൈ ബൈ, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി നിങ്ങൾക്ക് എന്താണ് സൈൻ, കോസ്, ടാൻ, അതിൻ്റെ ട്രിഗണോമെട്രിക് റേഷ്യോകൾ, അംശബന്ധങ്ങൾ എന്താണെന്നും അതുപോരാതെ ഈ വാല്യൂസ് ഒക്കെ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അടിപൊളി ട്രിക്ക് ഉണ്ട്. ആർക്കും ബൈഹാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അതും വേണമെങ്കിൽ അത് വേണമെന്ന് പറയാം. ട്രിക്സ് ഇനിയും വേണമെന്ന് പറയാം. ഞാൻ ബൾബ് കത്തി സീരീസ് ഇനി ഇടാം, പക്ഷേ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, ഇത് വേണമെങ്കിൽ ഇതും കമന്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ എക്സാമിനർ ഫാമിലി, ഓൾ ദ ബെസ്റ്റ്.